ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന IDBI ബാങ്കിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരുന്നത്. ഗ്രേഡ് 2026-27 എന്ന് പറയുന്ന ഇയറിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ നല്ലൊരു ബാങ്കിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലുണ്ട്, കൊച്ചി കേരളം. നമ്മുടെ ലാംഗ്വേജ് വരുന്നത് മലയാളമാണ്. 55 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ടോട്ടൽ 55 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 23 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റിന്, 7 വേക്കൻസി SC കാൻഡിഡേറ്റിന്, STക്ക് 6 വേക്കൻസി, OBCക്ക് 14 വേക്കൻസി, EWSന് 5 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 55 വേക്കൻസിയാണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി വിത്ത് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC PWD കാൻഡിഡേറ്റിന് 55% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതുപോലെ മാർച്ച് 2, 2001 അതുപോലെ തന്നെ മാർച്ച് 1, 2006 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതാണ്. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SC OBC കാൻഡിഡേറ്റിന് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കാം. സോ ഓൺലൈൻ നമുക്ക് കട്ട് ഓഫ് ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. മാർച്ച് 1, 2026 ബേസ് ചെയ്തിട്ടാണ്. അതിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 19 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 8 തീയതി ആണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. April 12 മോർണിംഗ് സെക്ഷനായിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് ഓർത്തിരിക്കും. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് പാസ്സാവുന്നതിന് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. അതിനും പാസ്സാവുന്നതിന് പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 60 ആയിരിക്കും. ടൈം അലോട്ട് ചെയ്തിരുന്നത് 40 മിനിറ്റ് ആയിരിക്കും. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 40 ആണ്. മാക്സിമം മാർക്ക് 40 ആണ്. ടൈം അലോട്ട് ഫോർ ഈച്ച് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അത് 20 മിനിറ്റ് ആണ്. പിന്നീട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ്, 48 മാക്സിമം മാർക്ക്. ജനറൽ എക്കോണമി, അതുപോലെ ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT ഇതിനെല്ലാം കൂടെ 60 ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 200 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 200 ആണ്. അങ്ങനെ ടോട്ടൽ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 120 മിനിറ്റ് ആണെന്ന് ഓർത്തിരിക്കാം. സോ ഇനി പെനാൽറ്റി ഫോർ റോങ് ആൻസർ ഉണ്ട്. 0.25 മാർക്കാണ് നിങ്ങൾക്ക് റോങ് ആൻസറിന് വരുന്ന പെനാൽറ്റി എന്ന് ഓർത്തിരിക്കുക. പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 100 മാർക്കിനായിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ മെയിനായിട്ട് പറയുന്നുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സൈൻ അപ്ലോഡ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ, നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസ് ആണ് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് എഴുതേണ്ടത് ഈ സെൻറ്റൻസ്. അതുപോലെ തന്നെ കോപ്പി ചെയ്യുക, എന്നിട്ട് വേണം അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് പറയാം. ഇതിൻ്റെ താഴെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നെല്ലാം മെയിനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റർ വരുന്നത് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്ന ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിൽ, പിന്നീട് തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് 2026-27 IDBI ബാങ്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.